ഫത്വയുമായി ബന്ധപ്പെട്ട രണ്ട് വിഷയങ്ങളിലെ ചില ഭാഗങ്ങളെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. നേരത്തെ ഇജ്തിഹാദിൻ്റെ ഒരു മുജ്തഹിദിനുണ്ടായിരിക്കേണ്ട യോഗ്യതകളെക്കുറിച്ചൊക്കെ ഇവിടെ സംസാരിച്ചു. അത്തരം യോഗ്യതകളൊക്കെ ഒരു മുഫ്തിക്കും ആവശ്യമാണ്. അപ്പോൾ ആ വിഷയത്തിലേക്ക് ഇനി ഞാൻ കടക്കുന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന സന്ദർഭങ്ങൾക്കനുസരിച്ച് മതവിധിയിലോ മത കാര്യങ്ങളിൽ ഉണ്ടാകേണ്ട ചില വിഷയങ്ങളിൽ നമുക്ക് ചില പുതിയ തീരുമാനങ്ങൾ സ്വീകരിക്കേണ്ടി വരും, ലഭിക്കേണ്ടി വരും. അതിനുവേണ്ടി നമ്മൾ ഇജ്തിഹാദ് ചെയ്യാൻ സാധിക്കുന്ന അതിൻ്റെ കഴിവും യോഗ്യതയും ഒക്കെ തീർത്തും ഉള്ള ആളുകളോട് നമ്മൾ അങ്ങനെയുള്ള വിഷയങ്ങളിൽ മതവിധി ഫത്വ ആവശ്യപ്പെടും. അങ്ങനെ ഫത്വ ആവശ്യപ്പെടുമ്പോൾ അത് ആരോട് ആവശ്യപ്പെടണം, എവിടെ നിന്ന് നമ്മൾ ഫത്വ സ്വീകരിക്കണം, അതോടൊപ്പം ഈ ഫത്വ നൽകുന്ന ആളുകളുടെ സ്വഭാവങ്ങൾ എങ്ങനെയായിരിക്കണം, പിന്നെ നമുക്ക് ഉന്നയിക്കാനുള്ള വിഷയങ്ങൾ ഏത് രീതിയിൽ വരുന്നതായിരിക്കണം, ഈ വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. അപ്പോൾ അതിൽ പറയുന്ന ഒരു വിഷയം, നമ്മൾ ഏത് വിഷയത്തെക്കുറിച്ചാണ് ഫത്വകൾ ആവശ്യപ്പെടേണ്ടത്. ഇപ്പം നിലവിൽ ഇജ്തിഹാദും എല്ലാം കഴിഞ്ഞ, അതായത് പിന്നെ ഖുർആനിൻ്റെ ദലീലുകളുണ്ട്, സുന്നത്തിൻ്റെ തെളിവുകളുണ്ട്, ഖിയാസുണ്ട്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ നിലവിലുണ്ട്. അത് നമുക്ക് അറിയാമെങ്കിൽ ആ വിഷയത്തിൽ നമുക്കൊരു പുതിയ ഫത്വ നമുക്ക് ആവശ്യപ്പെടേണ്ടി വരുന്നില്ല. ഇനി ഒരു പുതിയ ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ ജുമാ നിർബന്ധമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും അത് വിശ്വസിക്കുന്നു, അനുഷ്ഠിച്ചു വരുന്നു. ജുമാ നിർബന്ധമാണ്. അപ്പോൾ ജുമാ നിർബന്ധമായ ഒരു സാഹചര്യം എല്ലാ മുസ്ലിങ്ങൾക്ക് ഉണ്ട് എന്നിരിക്കെ തന്നെ ഇപ്പോൾ ഒരു നാട്ടിൽ, ഇപ്പോൾ ഉദാഹരണമായി ബോംബെ നമുക്ക് ഉദാഹരണത്തിനെടുക്കാം. അവിടെ ജുമാ നടക്കുമ്പോൾ പള്ളി നിറഞ്ഞു കവിയുന്നു, റോട്ടിലേക്ക് ആളുകൾ നമസ്കരിക്കാനായി ഇറങ്ങി വരുന്നു, അവിടെ ടൗൺ ബ്ലോക്കാകുന്നു. അതുകൊണ്ട് ഇനി മുതൽ അത് അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ് സർക്കാർ ഒരു തീരുമാനം കൊണ്ടുവന്നാൽ അവിടെ ജുമാ നമസ്കരിക്കാൻ എത്തുന്ന ആളുകൾ പിന്നെ എന്ത് ചെയ്യണം? അപ്പോൾ അവിടെ നമുക്ക് യാ അയ്യുഹല്ലദീനാമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി എന്നുള്ള ആയത്ത് നമുക്കെല്ലാവർക്കും അറിയാം. അതാണ് അതിൻ്റെ നെസ്സ്. അതിലാ ഹുക്കുമുണ്ട്, ഒന്ന് പോകണം എന്നുള്ളതും അറിയാം. പക്ഷെ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്ത് വേണം? അപ്പോൾ അതൊരു പുതിയ ഒരു സാഹചര്യമാണ്. പള്ളി തികയുന്നില്ല, സർക്കാർ അനുവദിക്കുന്നില്ല. അപ്പോൾ നമുക്കവിടെ ഒരു ഇജ്തിഹാദും അതുമായി ബന്ധപ്പെട്ട ഒരു ഫത്വയും ആവശ്യമായിട്ട് വരുന്നു, ഒരു പുതിയൊരു ഫത്വയും ആവശ്യമായിട്ട് വരുന്നു. ഇതുപോലെയുള്ള സന്ദർഭങ്ങളിലാണ് പുതിയ ഫത്വകൾ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ക്രിപ്റ്റോ കറൻസിയുടെ കാര്യം പറഞ്ഞു, ഇൻഷുറൻസിൻ്റെ കാര്യം പറഞ്ഞു, ഇങ്ങനെയുള്ള പുതിയ പുതിയ വിഷയങ്ങളിൽ. അപ്പോൾ ഇങ്ങനെ പുതിയ വിഷയങ്ങളിൽ ഫത്വകൾ ആവശ്യമായി വരുമ്പോൾ നമ്മുടെ അതിന് യോഗ്യരായ പണ്ഡിതന്മാർ അതിനൊരു സമിതി രൂപീകരിക്കുകയോ ഒരു സംഘടിതമായി അതിനൊരു വിങ് ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് പഠിക്കുകയും എന്നിട്ട് നിലവിലുള്ള എല്ലാ ദലീലുകളും എല്ലാ നെസ്സുകളും അതുമായി ബന്ധപ്പെടുത്തി എല്ലാം ഒത്തുനോക്കിയിട്ട് അവസാനം അതിൽ നിന്ന് സമൂഹത്തിന് ശരിയത്തിന് വിരുദ്ധമല്ലാത്തതും സമൂഹത്തിന് ഏറ്റവും ഗുണപ്രദമായതുമായ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നുകൊണ്ട് ആ ഒരു തീരുമാനം ഒരു ഫത്വയായിട്ട് പുറപ്പെടുവിക്കുക. ഒരു കേവലമായ ഒരു വ്യക്തിയുടെ അഭിപ്രായമായിട്ടല്ല, ഒരു ഫത്വയായിട്ട് അത് പുറപ്പെടുവിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഫത്വകളെ സമൂഹത്തിന് അംഗീകരിക്കാവുന്നതും സ്വീകരിക്കാവുന്നതുമായിരിക്കും. അതിന് ഏറെക്കുറെ ശരീഅത്തിലുള്ള ആ പ്രമാണങ്ങളുടെ ഒരു സ്ഥാനം തന്നെയാണ് ആ ഫത്വക്കും വരുന്നത്. അപ്പോൾ ഇജ്തിഹാദിന് കഴിവുള്ള പണ്ഡിതന്മാർ ആയിരിക്കണം ആ കർമ്മം നിർവഹിക്കുന്നത്. അവർ കൃത്യമായും നെസ്സുകൾ ആശ്രയിച്ചുകൊണ്ടായിരിക്കണം ആ കർമ്മം നിർവഹിക്കുന്നത്.
അതിൽ മക്കാസിദു ശരിയ, അതിന് വിരുദ്ധമായ സംഗതികൾ ഉണ്ടാകാൻ പാടില്ല. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശ്വാസകരമായിരിക്കുകയും വേണം, എളുപ്പമായിരിക്കുകയും വേണം. ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഒരു പുതിയ തീരുമാനത്തിലെത്തുകയാണെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു തീരുമാനം അതൊരു ഫത്വ ആയിട്ട് വരുമ്പോൾ ആ ഫത്വ ജനങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. ഇനി അങ്ങനെ വരുന്ന ഒരു ഫത്വ തന്നെ ഒരാൾക്കത് ബോധ്യപ്പെടുന്നില്ല എന്ന് വിചാരിക്കുക. അതിൽ ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിൽ ഇപ്പോൾ ജമാലുദ്ദീൻ മൗലവിയൊക്കെ നമ്മൾ കഴിഞ്ഞ സെമിനാറിൽ പറഞ്ഞ വിഷയമാണത്. ഒരു പള്ളിയിൽ 2 പ്രാവശ്യമായിട്ട് ജുമാ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിക്കുക, ഒരു വിഭാഗം ഫത്വ കൊടുത്തു എന്ന് വിചാരിക്കാം. ഒരു തീരുമാനം അങ്ങനെ വരാലോ. വേറൊരു വിഭാഗം ഫത്വ കൊടുക്കുന്നത് യാത്രക്കാരായ ആൾക്കാർ ഈ പള്ളിയിലേക്ക് വരേണ്ട, ഈ നാട്ടുകാർ മാത്രം വന്നാൽ മതി, മറ്റുള്ളവർ ജുമാക്ക് വരേണ്ടതില്ല, അങ്ങനെയാണെങ്കിൽ ആ വിഷയം പരിഹരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ഫത്വ കൊടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയും ഒരു ഫത്വ ആകാമല്ലോ. ഇനി മൂന്നാമത് വേറെ ഒരു കൂട്ടരിൽ നിന്ന് വേറെ തീരുമാനമാണ് വരുന്നത് വിചാരിക്കുക. അതായത് ഈ പ്രദേശത്ത് ഉള്ള ആളുകൾ 2 പ്രാവശ്യമായിട്ട് ഒന്നുകിൽ 2 പ്രാവശ്യം 2 ജുമാകൾ നടത്തുക, അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകൾ മാത്രം ഇങ്ങോട്ട് വരിക, അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ ജുമാക്ക് പോകേണ്ടതില്ല എന്നൊരു തീരുമാനമാണ് ഇപ്പോൾ ഫത്വ വന്നത് വിചാരിക്കാം. അപ്പം അങ്ങനെ വരുമ്പോൾ അതിൽ ചില ആളുകൾക്ക് അതിൽ ഒരു വിരുദ്ധാഭിപ്രായം തോന്നും. കുറേ ആളുകളോട് നമസ്കരിക്കേണ്ട എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അപ്പം അങ്ങനെ വരുമ്പോൾ അതിൽ മൂന്നാമതൊരു ഫത്വ വരികയാണെങ്കിൽ അങ്ങനെ വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടെയും ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ തന്നെയായിരിക്കണം പാലിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാതിരിക്കാൻ ഏറ്റവും നല്ലത് ആ ഏത് നാടുമായി ബന്ധപ്പെട്ട വിഷയമാണോ ആ നാട്ടിൽ ഇതൊരു സമിതി രൂപീകരിച്ചുകൊണ്ട് ആ നാട്ടിലെ സാഹചര്യങ്ങളും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ സ്വഭാവം, അപ്പോഴത്തെ സാഹചര്യം എല്ലാം കണക്കിലെടുത്തുകൊണ്ട് അതിന് പണ്ഡിതന്മാർ ഒത്തുചേർന്നിട്ടുള്ള ഒരു മതവിധി ജനങ്ങൾക്ക് നൽകുന്നതാണ്. വ്യത്യസ്തങ്ങളായ ആളുകളും ഗ്രൂപ്പുകളുമൊക്കെ വ്യത്യസ്തങ്ങളായ ഫത്വകൾ നൽകുന്നതിനേക്കാൾ ഉചിതമായിരിക്കുക എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്ന ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പിന്നെ വ്യക്തികളിലേക്കും ഈ കാര്യങ്ങൾ പോകാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് ഇപ്പോൾ പലപ്പോഴും പറ്റുന്നൊരു തെറ്റ്, നമ്മളൊക്കെ വ്യക്തികളോട് ഫത്വ ചോദിക്കുന്നവരാണ് അധികം. വ്യക്തികളിലേക്കല്ല ഫത്വകൾക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങൾ പോകേണ്ടത്, അത് ഒരു ഗ്രൂപ്പിലേക്കാണ്. അതിൻ്റെ ഒരു മജ്മഅ്, ഒരു അക്കാഡമികൾ ഉണ്ടെങ്കിൽ, ഫത്വക്കുള്ള അക്കാഡമികൾ ഉണ്ടെങ്കിൽ അവരെയാണ് ഫത്വയ്ക്ക് വേണ്ടി സമീപിക്കേണ്ടത്. അതല്ലാത്ത പക്ഷം നമ്മൾ വ്യക്തികളിലേക്ക് നീങ്ങുകയാണെങ്കിൽ അപ്പോൾ അതിനുള്ള പല തരത്തിലുള്ള പ്രശ്നങ്ങളും അതിൽ അഭിമുഖീകരിക്കുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ ക്വാളിറ്റി എന്താണെന്നുള്ളത് നമുക്ക് അറിയണം. അദ്ദേഹം ഖുർആനും സുന്നത്തും കൃത്യമായിട്ട് അറിയുന്ന ആളാണോ എന്നുള്ളത് അറിയണം. അങ്ങനെ ക്വാളിറ്റികളൊക്കെ വിലയിരുത്തിയിട്ട് വേണം നമ്മളൊരാളെ ഫത്വയ്ക്ക് വേണ്ടി സമീപിക്കുന്നത്. അപ്പോൾ അവിടെയും ആ ആളുടെ ക്വാളിറ്റി നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെ ഫത്വകൾക്കായിട്ട് നമ്മൾ സമീപിക്കരുത്. അപ്പം നമുക്ക് ഏറ്റവും നല്ലത് ഒരു ഗ്രൂപ്പ് പണ്ഡിതന്മാർ ഒത്തുചേർന്ന് സമൂഹത്തിന് നൽകുന്ന നല്ല സന്ദേശങ്ങൾ അത് എവിടെ നിന്നാണോ ലഭിക്കുന്നത് അവരിലേക്ക് ഫത്വയ്ക്ക് വേണ്ടി ചെല്ലുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഫത്വയ്ക്ക് വേണ്ടി സമീപിക്കുന്ന ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പം നമ്മളൊക്കെ ചെയ്യാറുണ്ട് തീരുമാനങ്ങൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയകളെ സമീപിക്കുന്നത്. അതിൽ കുറേ സൗകര്യങ്ങളും എളുപ്പങ്ങളൊക്കെ ഉണ്ട്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള പണ്ഡിതന്മാരുമായും നമുക്ക് സംവദിക്കാവുന്നതാണ്. ആരോട് വേണമെങ്കിലും നമുക്ക് ഫത്വ ചോദിക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട മുഫ്തിയോട് ചോദിക്കാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഫത്വ ബോർഡിനോട് ചോദിക്കാം. അപ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുമുള്ള പണ്ഡിതന്മാരുമായും നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് സംവദിച്ചുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഫത്വ ലഭിക്കുമെന്നുള്ള ഒരു സൗകര്യമുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഈ ഫത്വ അങ്ങനെ വരുന്ന ഫത്വകളൊക്കെ പലപ്പോഴും അതത് രാജ്യത്തെ സാഹചര്യങ്ങളും അതത് നാട്ടിലെ സ്വഭാവങ്ങളും സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചായിരിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് അവിടെയും ചില സൂക്ഷ്മതകൾ ആവശ്യമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ നിന്നുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ലഭിക്കുന്ന ഉത്തരമായിരിക്കുകയില്ല അഥവാ ഒരു അക്കല്ലിയാത്തുൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ താമസിക്കുന്നിടത്ത് നിന്ന് ഉന്നയിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കുകയില്ല ഒരു മുസ്ലിം നാടിൽ നിന്ന് ഉന്നയിക്കുന്ന ചോദ്യത്തിന് ലഭിക്കുന്ന മറുപടി. അപ്പോൾ ഒരു ഫത്വ ആവശ്യപ്പെടുന്ന ആളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ഒരു റിട്ടേൺ ഫത്വയ്ക്ക് ആവശ്യപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പുതിയ വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ, ഞാൻ ഇന്ന നാട്ടുകാരനാണ്, എൻ്റെ നാട്ടിലെ സാഹചര്യം ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം ഒരു മുഫ്തിയോട് ഒരു ഫത്വ ആവശ്യപ്പെടേണ്ടത്. അതല്ലെങ്കിൽ ഈ ഒരു വൈരുദ്ധ്യം വരും. ഇപ്പോൾ മുസ്ലിം ഭൂരിപക്ഷത്തിൻ്റെ ഒരു നാട്ടിൽ വരുന്ന ഒരു ഫത്വ
നമ്മുടെ മുസ്ലിം ന്യൂനപക്ഷം താമസിക്കുന്നിടത്ത് വരുന്ന ഒരു അതേ വിഷയത്തിലുള്ള ഒരു ഫത്വയുമായി ബന്ധപ്പെടുത്താൻ സാധിച്ചു കൊള്ളണമെന്നില്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഒരു ഫത്വയ്ക്ക് ഒരു ബോർഡ് കുറിച്ച് നമ്മൾ പറഞ്ഞ ഒരു ഫത്വയ്ക്ക് ഒരു ബോർഡ് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ആധുനിക വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണെങ്കിൽ ആ ബോർഡിൽ പണ്ഡിതന്മാർ വേണം. ഈ വിഷയങ്ങളെക്കുറിച്ച് അറിയുന്ന പണ്ഡിതന്മാരല്ലാത്ത കുറച്ചാളുകളും ഒക്കെ ആ ഫത്വയിൽ ബോർഡിൽ ഉണ്ടാകുന്നതല്ല. അപ്പോൾ അവയവദാനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതിൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ച് അറിയുന്ന ആളുകളും ആ ഒരു ബോർഡിൽ ഫത്വക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. അതുപോലെ ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ച് പറഞ്ഞു, ഇൻഷുറൻസിനെ കുറിച്ച് പറഞ്ഞു, എന്താണ് ഇൻഷുറൻസ്, എന്താണ് ക്രിപ്റ്റോ കറൻസി എന്നൊക്കെ സാമ്പത്തിക വിനിമയങ്ങളെക്കുറിച്ച് അറിയുന്ന ആളുകളും ആ ഫത്വയുടേതായ ഒരു ബോർഡിൽ ഉൾക്കൊള്ളുന്നത് നല്ലതായിരിക്കും. അങ്ങനെ വരുമ്പോൾ പണ്ഡിതന്മാർക്ക് അവരിൽ നിന്നുകൂടി അതിൻ്റേതായ ഇൽമുകൾ സ്വീകരിക്കുന്നത് അതിനെക്കുറിച്ച് കുറേ കൂടി നല്ല രീതിയിലുള്ള സുതാര്യമായ രീതിയിലുള്ള ഫത്വകൾ കൊടുക്കാൻ സഹായകമാവുകയും ചെയ്യും. ഈ വിഷയം കുറേ വിപുലമാണ്. ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഫത്വ നൽകുന്ന ആളും ഫത്വ സ്വീകരിക്കുന്ന ആളൊക്കെ അത് ഏത് കാലത്തുള്ള ഫത്വയാണെങ്കിലും ആധുനിക കാലമാണെങ്കിലും ഏത് കാലത്താണെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്നത് മതത്തിൽ നമുക്കൊരു ഹറജ് ഇല്ലാതെ ജീവിക്കാൻ സാധിക്കണം. അഹമ്മദ് മുട്ടിബിലി ചൂണ്ടിക്കാണിച്ചതുപോലെ ഒമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, അതാണ് അതിൻ്റെ പ്രമാണം. ഒരു ഹറജ് ഇല്ലാതെ ജീവിക്കണമെങ്കിൽ കാലത്തിനനുസരിച്ച് പുതിയ പുതിയ തീരുമാനങ്ങൾ വരേണ്ടി വരും. അതോടുകൂടി നമ്മുടെ ശരീഅത്ത് വിശാലമാവുകയാണ് ചെയ്യുന്നത്. അത് ശരീഅത്തിന് ഗുണകരമായിട്ടാണ് വരുന്നത്. പിന്നെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള തരത്തിലുള്ള സങ്കുചിതത്വങ്ങളൊക്കെ അതിൽ നിന്ന് മാറ്റി നിർത്തിയാൽ അത് നമുക്ക് കൃത്യമായ ഒരു ദീനിൻ്റെ പ്രമാണമായിട്ട് തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അപ്പോൾ ഇത്രയും ആണ് വിഷയങ്ങൾ ചുരുക്കി ഈ സന്ദർഭത്തിൽ സംസാരിക്കാനുള്ളത്. ബാക്കി ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാവരുടെയും വിശാലമായ പഠനത്തിന് വിട്ടുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.